ഹായ് ഓൾ, ഇന്ന് നമുക്ക് മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് സവാളയും വേപ്പിലി കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാനും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഒന്ന് വാടും വരെ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തെന്നാൽ അത് പെട്ടെന്ന് വാടിക്കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് കുറേശ്ശെ ഉടച്ചു കൊടുക്കുക. സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും മടക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള രണ്ട് സൈഡും കൂടെ നമുക്കതുപോലെ മടക്കി കൊടുക്കാം. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ദോശയാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കുറേശ്ശെ മാവ് അപ്പോൾ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മടക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡിയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.